ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായാലും നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ആയിട്ടൊക്കെ വരാൻ പറ്റാതിരുന്നത്. ഒരുപാട് കണ്ടന്റുകൾ ഇങ്ങനെ കണ്ണിൽ കൂടെ ഇങ്ങനെ പാറി നടക്കുന്ന കാണുമ്പോൾ അയ്യോ എനിക്കത് ചെയ്യണമല്ലോ എന്നൊക്കെ ആഗ്രഹമൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട്. അവർ നമ്മളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, അവർ നമ്മുടെ ഒന്ന് ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് മറുപടി കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് വേണ്ടി നിന്നതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് വരാനായിട്ട് ലേറ്റ് ആയത്. വീഡിയോ ആയിട്ട് ഒരു സമാധാനം ഉണ്ടല്ലോ എന്ന് കരുതി ഗുരുമന്ത്രയെ സപ്പോർട്ട് ചെയ്ത, ഗോൾഡൻ ഡയറിയെ സപ്പോർട്ട് ചെയ്ത, അതിനെല്ലാം അപ്പുറം എന്നെ സപ്പോർട്ട് ചെയ്ത, ആരും തിരിച്ചറിയാണ്ട് ആർക്കും അറിയാതെ എവിടെയോ ഒരു മൂലയ്ക്ക് കിടന്ന എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇപ്പോൾ നമ്മളോട് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എൻ്റെ വിശേഷങ്ങളാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരും വാക്കുകൾ എനിക്ക് നന്ദിയിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല. ഒരുപാട് സ്നേഹം, എല്ലാവരോടും ഒരുപാട് സ്നേഹം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഗുരുമന്ത്ര അപ്ഡേറ്റ് കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ടാവും. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഗുരുമന്ത്രയിലെ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പൊന്നു ഗൈസ്, എന്താണ് രേണുസുതി കാണിക്കുന്നത്? അവസാനം രേണുവിന് പണി കിട്ടും. നമ്മളത് തുടക്കം തന്നെ പറഞ്ഞൊരു കാര്യമാണ്. പണി കിട്ടും എന്ന് പറഞ്ഞാൽ പണി കിട്ടും. അമ്മാതിരി അപരാധത്തരമാണ് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ക്ലിങ് എന്ന് സൗണ്ട് കേൾക്കുന്നില്ലേ? അത് നമുക്ക് ഗുരുമന്ത്രയിൽ വരുന്ന മെസ്സേജസ് ആണ് കേട്ടോ. അവർക്കുള്ള റിപ്ലൈ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാവേ. അപ്പോൾ രേണു ഈ കാട്ടിക്കൂട്ടുന്ന ഓരോ അപരാധത്തിനും രേണുവിന് പണി കിട്ടും. അത് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ രേണുവിന് കിട്ടുന്ന ഒരു കിടിലും പണിയാണ് കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയിട്ട് ഈ ഒരു പണി കൊടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ബാറിൽ പോയി അല്ലെങ്കിൽ കള്ള് ഷാപ്പിൽ പോയി വീഡിയോ എടുത്ത് റീലിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബമായിട്ട് നിൽക്കുന്നവരെ, അതുപോലെ ഈ കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്ന രീതിയിൽ രേണു ഒരു റീലിട്ടിട്ടുണ്ടായിരുന്നു. ദാസേട്ടനുണ്ട്, പിന്നെ പ്രജീഷ് ഉണ്ട്, പിന്നെ ആ താടിക്കാരൻ ചെറുക്കനുണ്ട്. ഇവരും രേണുവും കൂടി എന്തൊരു തോന്നിവാസമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആ തോന്നിവാസം കാണിച്ച ഇവർക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. എക്സൈസ് ഓഫീസിനും കേസ് കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിനും കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിരിക്കുന്നത് ദേവാണ് കേട്ടോ, നമ്മുടെ യൂട്യൂബറായിട്ടുള്ള ദേവാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ സൈഡിൽ വെക്കാം. അവർ കേസ് എടുത്തു, അതിൻ്റെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തന്നു വാട്സാപ്പിൽ. ഓക്കെ, അപ്പോൾ സൈബർ സെല്ലിൽ രേണുവിനെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ലെവലിൽ സംസാരിക്കുന്ന പരിപാടികൾ നിർത്തലാക്കി തരണം എന്ന് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം രേണുവിൻ്റെ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. അതിന് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല, എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെയും ഈ കാര്യം സംസാരിച്ചു. അതായത് കള്ള് ഷാപ്പിൽ വെച്ചിട്ട് റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് കേസ്. ഇപ്പോൾ നമ്മുടെ സൂരജിനും ഫൈൻ കിട്ടിയത് ആ ഒരു കേസിൻ്റെ ബേസിലാണ്. 2 വർഷം മുന്നേ നടന്ന ഒരു ഇഷ്യൂലാണ് ആ കേസ് വന്നത്. 25,000 രൂപ ഫൈൻ, 50,000 രൂപയായിരുന്നു, അത് 25,000 രൂപയായിട്ട് അദാലത്തിൽ വെച്ച് കുറച്ച് കൊടുത്തു. ഇവിടെയും ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരം പ്രചരണങ്ങൾ സമ്മതിക്കാൻ പാടില്ല എന്നുള്ള ലെവൽ രീതിക്കാണ് സംസാരിച്ചത്. അപ്പോൾ അവരും അവിടെ നിന്നും നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിയത്. അവരും കേസ് എടുത്തിട്ടുണ്ട്. കൊടുത്ത കംപ്ലൈൻറ്റ് റിസീവ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഫോട്ടോകോപ്പി. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. രേണു എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ രേണുവിൻ്റെ നിങ്ങളിപ്പോൾ തുടക്കം കണ്ട വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ രേണു ഇങ്ങനെ എക്സ്ക്ലൂസീവാണ്. രേണു ഇപ്പോൾ ലൈവിൽ എന്ന് പറയുമ്പോൾ രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പെയ്ഡ് ആണല്ലോ, പൈസ കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ രേണുവിന് വളരെ കുറച്ച് ചെറിയൊരു എമൗണ്ടാണ് രേണു ഇട്ടിരിക്കുന്നത്. അത് സൈക്കോളജിക്കൽ ഒരു മൂവാണ്. ഓക്കെ, കാരണം കുറച്ച് പൈസ ഇട്ടാലും കൂടുതൽ പേര് വരും. കൂടുതൽ പേര് വന്നാൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തും. രേണുവിനെ സംബന്ധിച്ച് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം, ഞാൻ ഇങ്ങനെയാണ് എന്ന് നാട്ടുകാരെ അറിയിക്കണം. ഇടയ്ക്കിടയ്ക്ക് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് ഇടുന്ന വീഡിയോസ് നോർമലിലും ഇടാറുണ്ട് കേട്ടോ, സാധാരണ നമുക്ക് കിട്ടുന്ന രീതിയിലും ഇടാറുണ്ട്. എന്നിട്ട് പറയും സീരിയസ്ലി ഞാൻ രേണുവിനെ ഫോളോ പോലും ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. നിങ്ങളെൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, നിങ്ങൾക്ക് മാത്രമേ എൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോസ് കിട്ടുള്ളൂ. ഞാൻ എൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോ ഒക്കെ ഇടാട്ടോ സമയം പോലെ എന്നൊക്കെ പറഞ്ഞോട്ട് വരും. സത്യത്തിൽ രേണു എല്ലാവരും അറിയിക്കുകയാണ്, അത് എക്സ്ക്ലൂസീവായിട്ടൊന്നല്ല അത് അപ്ലോഡ് ചെയ്യുന്നത്, നോർമലി എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കൂടുതൽ പേര് വരുമല്ലോ. രേണുവിൻ്റെ വിചാരം രേണുവിന് മാത്രമേ ബുദ്ധിയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്നാണ്. ആരോ കയറി അതെടുത്ത് സ്ക്രീൻ റെക്കോർഡോ എന്തൊക്കെ എടുത്തിട്ട് അതിപ്പോൾ പബ്ലിക് ആക്കിയിരിക്കും. ഇമ്മാതിരി തോന്നിവാസമാണ് രേണു കാട്ടിക്കൂട്ടുന്നതെന്ന്. എന്തൊക്കെയാണ് കാണിക്കുന്നത്?
ഈ രേണു സമ്മതിച്ചു ഇങ്ങനെയുള്ള വീഡിയോസ്, രേണുവിൻ്റെ ഇത്തരം വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. താൻ ഇങ്ങനത്തെ ആണ് എന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ രേണു ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്? സീരിയസ്ലി അങ്ങനെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നത്. രേണുവിൻ്റെ വീഡിയോ സ്ക്രീൻ റെക്കോർഡ്, രേണുവിൻ്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത ആരോ ഒക്കെയോ എടുത്ത് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് അത് പബ്ലിക് ആക്കിയിരിക്കുന്നത്. ആരാ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? രേണുവിൻ്റെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണോ രേണു ഇപ്പോൾ വരുന്നത്. എന്തായാലും രേണുവിനെതിരെ കേസ് പോയിട്ടുണ്ട്. കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇതെന്തായാലും വളരെ സീരിയസ് ആയിട്ട് തന്നെ, ഇപ്പോൾ ദേവ് പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത് അവരെടുത്തിരിക്കുന്നത്. രേണുവിന് നല്ല രീതിയിൽ പണി കിട്ടും. ഞാൻ പണി കിട്ടും എന്ന് പറയുന്നത് വെറുതെ അല്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആരുടെ വീഡിയോസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം എന്ന് വെച്ചാൽ, ഒന്ന് ഉബൈദും ഒന്ന് സൂരജുമാണ്. ഇവർ രണ്ടാളുടെ വീഡിയോ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണും. ഇടയ്ക്കൊക്കെ കരച്ചിലും വരാറുണ്ട്. കാരണം അത്രയ്ക്ക് രസമാണ് ഇവരുടെ രണ്ടാളുടെ വീഡിയോസും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 പേരാണ് കേട്ടോ, ഉബൈദും സൂരജും. ഇവർ 2 പേർ. ഇതിൽ സൂരജിന് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൂരജ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂരജ് എല്ലാവരും സഹായിക്കുന്ന, നിങ്ങൾ കണ്ടിട്ടില്ലേ, 50ൻ്റെ കെട്ടാണോ 100ൻ്റെ കെട്ടാണോ 500ൻ്റെ കെട്ടാണോ 200ൻ്റെ കെട്ടാണോ ഏത് എണ്ണാണ് എന്നൊക്കെ ചോദിച്ചു വരുന്ന 2 പേര്. അതിൽ സൂരജ് ഏതൊരു കള്ള് ഷാപ്പിൽ പോയിട്ട് ആരോ എന്തൊരു വീഡിയോ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരോ സൂരജിനെതിരെ കേസ് കൊടുത്തു. സൂരജ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം എത്ര പേരെയാണെന്ന് അറിയോ, എത്ര അച്ഛൻ അമ്മ, എത്ര കുട്ടികൾ, എത്ര കുടുംബത്തെയാണെന്ന് അറിയോ സൂരജ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത്, പൈസ കൊടുത്ത് സഹായിക്കുന്നത്. അത്രയും നല്ല മനുഷ്യനാണ്. അത്രയും നല്ല മനസ്സിനുടമയായ സൂരജിന് എതിരെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. 80,000 രൂപ എന്തോണ് സൂരജ് ഫൈനായിട്ട് കൊടുത്തത്. ഒരു വീഡിയോ എടുത്തതിൻ്റെ പേരിൽ, ജസ്റ്റ് ഒരു വീഡിയോ. അറിയാമല്ലോ സൂരജ് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ അത് അങ്ങനെ പോയതുകൊണ്ട് ആ വീഡിയോ റിമൂവ് ചെയ്തു. എന്നിട്ട് പോലും സൂരജിന് അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. 80,000 50,000 അങ്ങനെ എന്തോടാണ് കൊടുത്തിരിക്കുന്ന ആൾ ഫൈനായിട്ട്. അപ്പോൾ അത്രയും നല്ലൊരു മനുഷ്യൻ, അത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ അത് ചെയ്തിരിക്കുന്നത് ഈ മദ്യത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടല്ല ആൾ വന്നത്. എന്നിട്ട് പോലും ആൾക്ക് ഇത്രത്തോളം ഫൈൻ അടയ്ക്കേണ്ടി വന്നെങ്കിൽ, ഇത്രയ്ക്ക് അവരതിച്ച വീഡിയോ ഇട്ട് അവിടെ കിടന്ന് കണ്ട 3 ചെക്കന്മാരുടെ കൂടെ ഡാൻസ് കളിച്ച് അത് എന്ത് റീലാണ്, എന്ത് ഷോർട്ട് ഫിലിമാണ്, എന്താണെന്ന് പറഞ്ഞാലും അത് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇട്ട് പരത്തി നാട്ടുകാരും ഫേസ്ബുക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ച രേണുവിന് നല്ല പണി കിട്ടും. മിക്കവാറും 1 ലക്ഷം കൊടുക്കേണ്ടി വരും. 4 കൂടി. എന്തായാലും ദാസേട്ടനും കിട്ടും. നല്ലൊരു മനുഷ്യനാണ് ദാസ് എന്ന് പറയുന്ന വ്യക്തി. കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. വേറെ ഏതോ ഒരു ട്രാൻസ് മൂവ്മെൻ്റെ കൂടെയുള്ള ഡാൻസും റീലൊക്കെ എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്. രേണുവിനൊപ്പം കൂടി ചെയ്യുമ്പോൾ മാത്രം എന്താ ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നം? എന്തായാലും പണി കിട്ടുന്നുണ്ട്. പ്രജീഷിനും പണി കിട്ടുന്നുണ്ട്, ദാസേട്ടനും പണി കിട്ടുന്നുണ്ട്, രേണുവിനും പണി കിട്ടുന്നുണ്ട്. പിന്നെ അത് അടിക്കാരൻ ചെറുക്കനും പണി കിട്ടും. അനീഷോ അമ്മയോ എന്തൊക്കെയാണ് പേര് വെച്ചിട്ടുണ്ട്. ആ ചെറുക്കനും പണി കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടുന്ന പണികളൊക്കെ എടുത്തു മേടിച്ച് വെച്ചോ. എന്തായാലും രേണു ഇനി ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസുമായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തതൊന്നും മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. എല്ലാവരും സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. ചെയ്തോട്ടെ. വരുമാനം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ വരുമാനത്തിന്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനും കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ, ചിലവരൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ നെഗറ്റീവായിട്ടും മോശമായിട്ടൊക്കെ എടുക്കും. അപ്പോൾ അവരായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് എന്താ പറയുക സബ്സ്ക്രിപ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ രേണു സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ രേണു കാണിച്ചു കൊടുക്കുന്നത് അതൊന്നുമല്ല. രേണു മറ്റു പലതുമാണ് കാണിച്ചു കൊടുക്കുന്നത്. രേണുവിനെ എന്താ പറയണ്ടേ ഗൈസ്, അതെന്തായാലും നല്ല പണിയാണ് കൊടുത്തിരിക്കുന്നത് രേണുവിന്. ഇനിയും ഇപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വന്നത് ആരെങ്കിലും ഇന്ന് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് ചെയ്താണെങ്കിൽ രേണു തന്നെ ആരെയും കൊണ്ട് ചെയ്യിപ്പിച്ചാണോ? ഇതൊക്കെയാണ് കേട്ടോ എക്സ്ക്ലൂസീവായിട്ട് നടക്കുന്നത്. അപ്പോൾ പോന്നോളൂ. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി രേണു ചെന്ന് തന്നെ ചെയ്തതാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല. രേണുവിൻ്റെ കാര്യം ഒന്നും പറയാനും പറ്റില്ല. ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് ബാർ ഇനോഗ്രേഷന് വേണ്ടിയിട്ട്. ബാറൊക്കെ ഇനോഗ്രേറ്റ് ചെയ്തിട്ട് വരട്ടെ. എന്തായാലും നടക്കട്ടെ, നമുക്ക് നോക്കാം ഇതോടെ വരെ പോകുന്നു. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഗുരുമന്ത്ര അപ്ഡേറ്റിലേക്ക് പോയാലോ. ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പേജിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പിക്ക് ഇട്ടിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലേ. പൈറേറ്റിൻ്റെ ആംഗ്ലറ്റ് വേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു പൈറേറ്റ് ബ്രേസ്ലെറ്റ്
നമ്മുടെ ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. ഇത് ഒരെണ്ണമാണ്. നമുക്ക് പെയറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയറായിട്ട് ധരിക്കാം. ഒരെണ്ണം ധരിക്കാനാണ് താല്പര്യമെങ്കിൽ ഒരെണ്ണവും ധരിക്കാം. എനർജൈസ് ചെയ്തിട്ടുള്ള ഈ പാദസരം നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷനാണ്, ഒരു സുരക്ഷയാണ്, നെഗറ്റീവ് എനർജിയിൽ നിന്നുള്ളൊരു സുരക്ഷയാണ് കേട്ടോ ഈ ആംഗ്ലറ്റ്സ് നമുക്ക് തരുന്നത്. അതുമാത്രമല്ല ആത്മവിശ്വാസം, പോസിറ്റീവ് എനർജി എല്ലാം നമുക്ക് ഈ ഒരു ആംഗ്ലറ്റ് ധരിക്കുന്നതിലൂടെ ലഭിക്കും. സാമ്പത്തിക ആകർഷണം, പിന്നെ ബിസിനസ് ആയിട്ട് ചെയ്യുന്ന വുമണൊക്കെ ആണെങ്കിൽ, ബിസിനസ് ചെയ്യുന്നവരുണ്ടാവല്ലോ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള പണം വരാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കും. ഈ സ്റ്റോൺസിലുള്ള എനർജി ഉണ്ടല്ലോ അത് നമ്മൾ ഒരുപാട് സഹായിക്കും. ഇത് ധരിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കും. കൂടാതെ ശാരീരിക ഊർജ്ജവും വർദ്ധിക്കും. അത് തളർച്ച പോലെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പാദസരം, ഈ ഒരു ആംഗ്ലറ്റ് വാങ്ങി ധരിച്ചു നോക്കൂ കേട്ടോ. ഇതൊരു സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ രണ്ടെണ്ണം ആണെങ്കിൽ രണ്ടെണ്ണം പെയറായിട്ട് നമുക്ക് ധരിക്കാം. പിന്നെ ഗുരുമന്ത്രയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് ആണ്. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണങ്ങൾ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നമുക്ക് കുട്ടികൾക്ക് ഉള്ള പ്രശ്നമാണോ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് മറ്റൊരു രീതിയിലേക്ക് ഡൈവേർട്ടായി പോവുക, ശ്രദ്ധ പഠിത്തത്തിലേക്ക് മാത്രം എത്താത്ത രീതിയിൽ മൈൻഡ് ഡൈവേർട്ട് ആവുന്ന ഒരു പ്രോബ്ലം പല കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് ടെൻഷൻ, പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ടെൻഷൻ കാരണം എക്സാമിനൊന്നും എഴുതാൻ പറ്റാത്തൊരവസ്ഥ. മറ്റൊരു കാര്യം, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവുക, ആത്മവിശ്വാസക്കുറവ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഓരോ കുട്ടികളും ഫേസ് ചെയ്യുന്നത്. പെട്ടെന്ന് ദേഷ്യം വരിക, ഇമോഷണലി പെട്ടെന്ന് വീക്കാവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചെറിയ കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. പഠിച്ച കാര്യം തലയിൽ കയറുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല, അങ്ങനെ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികം. അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ്. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് വേണം എന്നുള്ളവർ ഗുരുമന്ത്രയിൽ കോൺടാക്ട് ചെയ്യുക, ഗുരുമന്ത്രയിൽ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ പ്രോഡക്റ്റുകൾ, ഗുരുമന്ത്രയിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ കിട്ടി, അവർ എല്ലാവരും ഹാപ്പി ആണെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണം, എപ്പോൾ ധരിക്കണം എന്ന് അങ്ങനെയൊക്കെ കുറച്ച് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ധരിച്ചോളൂ. നിങ്ങൾ ഫ്രൈഡേ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ ധരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് കരുതിക്കൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങൾ ധരിക്കാൻ പാടില്ല എന്നുള്ളതൊന്നും അല്ല കേട്ടോ. നമ്മുടെ ആത്മവിശ്വാസമാണ്, നമ്മുടെ സന്തോഷമാണ് ഇതിൽ ഏറ്റവും വലുത്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ധരിക്കുക. ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ബ്രേസ്ലെറ്റ് എടുത്തിട്ട് നന്ദി പറഞ്ഞുകൊണ്ട്, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ധരിക്കുക. തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിൽ നടക്കട്ടെ, സംഭവിക്കും എന്നുള്ളത് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ആംഗ്ലറ്റ് ഇത് എൻ്റെയാണ് കേട്ടോ. ഞാൻ എൻ്റെ കാലിൽ ഇതുണ്ട്. ഒന്നാമത്തെ ഇത് ഈ പറയുന്ന ബ്ലഡ് സർക്കുലേഷൻ നടക്കാനും നമുക്കുണ്ടാവുന്ന വയ്യായികയൊക്കെ മാറാനൊക്കെ ബ്ലഡ് സർക്കുലേഷൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു, നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു, ഇതിപ്പോൾ എൻ്റെയാണ്, എൻ്റെ കാലിലുള്ളതാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് എനർജൈസ് ചെയ്തതാണ്. നമുക്ക് എനർജൈസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഗുരുമന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്യാം. നമുക്ക് സിംഗിൾ പീസായിട്ടോ അല്ലെങ്കിൽ 2 പെയറായിട്ടോ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ചിലവർക്ക് ദൃഷ്ടിദോഷത്തിന് വേണ്ടിയിട്ട് കറുത്ത കളർ ഇടും. കറുത്ത കളറുള്ള ആംഗ്ലറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ അതും ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒട്ടും തന്നെ മടിക്കേണ്ട. ഈ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ഓർഡർ ചെയ്തോളൂ. എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലെ ആ പേജിൽ പോയിട്ട് എനിക്ക് DM ചെയ്താലും മതി കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ആണ് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുക. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ചെയ്യുക. അതെല്ലാം നിങ്ങളുടെ സൗകര്യം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും